ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരു സുപ്രഭാതത്തിൽ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണയ്ക്ക് ലോകത്ത് യാതൊരു വിലയും ഇല്ലാതായാൽ എന്ത് സംഭവിക്കുമെന്ന്? അല്ലെങ്കിൽ ദശാബ്ദങ്ങളായിട്ട് ലോകത്തെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒപെക് എന്ന അതിശക്തമായിട്ടുള്ള എണ്ണ മാഫിയ പൂർണ്ണമായും തകർന്നടിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിന്റെ ഭാവി എന്താകും? നമ്മുടെ തമിഴ്നാട്ടിൽ കണ്ടതുപോലെ ഒപെക് തകർന്നാൽ എന്താണ് മിഡിൽ ഈസ്റ്റിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചാണ് ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഇതൊരു ചെറിയ വിഷയമല്ല. കാരണം നമ്മുടെ ലക്ഷക്കണക്കിന് പ്രവാസികളുടെ ജീവിതവും തൊഴിലും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ മണലാരണ്യത്തിലെ സാമ്പത്തിക ഭദ്രതയുമായാണ്. തുടക്കത്തിൽ തന്നെ ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കാം. ഈ കാര്യങ്ങൾ പറയുന്നത് നിങ്ങളെ ഭയപ്പെടുത്താനോ ഗൾഫ് അവസാനിച്ചു ഇനി എല്ലാവരും പെട്ടി പാക്ക് ചെയ്ത് നാട്ടിലേക്ക് വരണം എന്ന് പറയാനോ അല്ല. മറിച്ച് ലോകത്ത് നടക്കുന്ന ഇത്തരം അതിസങ്കീർണമായിട്ടുള്ള രാഷ്ട്രീയ സാമ്പത്തിക മാറ്റങ്ങൾ നമ്മുടെ നിത്യജീവിതത്തെയും തൊഴിലിനെയും എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. അന്ധകാരത്തിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലത് വരാനിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കി വെക്കുന്നതാണ്. ആ ഒരു വലിയ യാഥാർത്ഥ്യം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുക എന്നത് മാത്രമാണ് ഈ എപ്പിസോഡിന്റെ ലക്ഷ്യം. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഗൾഫിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഇതറിയണമെങ്കിൽ ആദ്യം എന്താണ് ഈ ഒപെക് എന്നും അവർ എങ്ങനെയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കണം. ഓർഗനൈസേഷൻ ഓഫ് ദി പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്നാണ് ഒപെക്കിന്റെ പൂർണ്ണ രൂപം. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ ഒരു വലിയ കൂട്ടായ്മയാണിത്. ഈ സംഘടനയിൽ നിലവിൽ എത്ര അംഗങ്ങൾ ഉണ്ട് എന്നും അവർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. 5 രാജ്യങ്ങൾ ചേർന്ന് തുടങ്ങിയ ഈ സഖ്യത്തിൽ ഒരു കാലത്ത് 15ഓളം അംഗങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും ഇടക്കാലത്ത് പലരും പുറത്തു പോയതോടെ നിലവിൽ 11 രാജ്യങ്ങളാണ് ഇതിൽ അവശേഷിക്കുന്നത്. സൗദി അറേബ്യ, ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, വെനസ്വേല എന്നീ സ്ഥാപക രാജ്യങ്ങൾക്കൊപ്പം അൾജീരിയ, കോങ്കോ, ഇക്വറ്റോറിയൽ ഗിനിയ, ഗബോൺ, ഗാബോൺ, ലിബിയ, നൈജീരിയ എന്നിവയാണ് നിലവിൽ ഒപെക്കിലുള്ള ആ രാജ്യങ്ങൾ. ഓസ്ട്രിയയിലെ വിയന്നയിലാണ് ഇതിന്റെ ആസ്ഥാനം പ്രവർത്തിക്കുന്നത്. ഇതിന്റെ പ്രവർത്തന രീതി വളരെ ലളിതമാണ്. ലോക വിപണിയിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില നിയന്ത്രിക്കുന്നത് ഇവരാണ്. ഇതിനായിട്ട് ഒപെക് രാജ്യങ്ങളിലെ ഊർജ മന്ത്രിമാരെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ യോഗം ചേരുകയും ലോകത്തെ എണ്ണയുടെ ആവശ്യകത വിലയിരുത്തി ഓരോ രാജ്യത്തിനും എത്ര ബാരൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാം എന്നതിന് ഒരു പ്രൊഡക്ഷൻ കോട്ട നിശ്ചയിച്ച് നൽകുകയും ചെയ്യും. വിപണിയിൽ എണ്ണയ്ക്ക് വില കുറയുകയാണെങ്കിൽ ഈ രാജ്യങ്ങൾ ഒന്നിച്ചിരുന്ന് തീരുമാനിക്കും നാളെ മുതൽ എല്ലാവരും തങ്ങൾക്ക് നിശ്ചയിച്ച കോട്ടയിൽ നിന്ന് ഉൽപ്പാദനം കുറക്കാമെന്ന്. എണ്ണയുടെ ലഭ്യത കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും വില കുതിച്ചുയരും. 2ാം ലോക മഹായുദ്ധത്തിനു ശേഷം 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെട്ടിരുന്ന പാശ്ചാത്യ എണ്ണ കമ്പനികളുടെ ആധിപത്യം തകർക്കാൻ 1960 സെപ്റ്റംബറിലാണ് ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യ, വെനസ്വേല എന്നീ 5 രാജ്യങ്ങൾ ചേർന്ന് ഒപെക് രൂപീകരിക്കുന്നത്. ഒപെക് തങ്ങളുടെ യഥാർത്ഥ കരുത്ത് ലോകത്തിന് കാണിച്ചു കൊടുത്തത് 1973 ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള യോം കിപ്പൂർ യുദ്ധത്തിലാണ്. ഈജിപ്തിനും സിറിയയ്ക്കുമെതിരെ ഇസ്രായേലിനെ പിന്തുണച്ച അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ അന്ന് സൗദി അറേബ്യയിലെ ഫൈസൽ രാജാവിന്റെ നേതൃത്വത്തിൽ അറബ് രാജ്യങ്ങൾ സമ്പൂർണ്ണ എണ്ണ ഉപരോധം പ്രഖ്യാപിച്ചു. വെറുമൊരു വിപണി തടസ്സമായിരുന്നില്ല അത്. എണ്ണയെ ഭൗമരാഷ്ട്രീയത്തിൽ ഒരു തന്ത്രപ്രധാന ആയുധമായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നതിൻ്റെ ഉദാഹരണമായിരുന്നു അത്. ഒരു ബാരൽ എണ്ണയുടെ വില $3 നിന്നും ഒറ്റയടിക്ക് $5 പിന്നീട് അതിൻ്റെ 4 ഇരട്ടിയായിട്ടും അവർ വർദ്ധിപ്പിച്ചു. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇത് വലിയ പണപ്പെരുപ്പത്തിനും സാമ്പത്തിക തകർച്ചയ്ക്കും കാരണമായി. ലോക സമ്പദ് വ്യവസ്ഥയുടെ നിയന്ത്രണം ഒപെക്കിന്റെ കൈകളിലെത്തിയിട്ടുള്ള ആ സുവർണകാലം പക്ഷേ ഇന്ന് അവസാനിക്കുകയാണ്. ഈ തകർച്ചയുടെ ഏറ്റവും സ്ഫോടനാത്മകമായിട്ടുള്ള ഉദാഹരണമാണ് 2026 മെയ് 1 ഐക്യ അറബ് എമിറേറ്റ്സ് അഥവാ UAE ഒപെക്കിൽ നിന്നും ഒഫീഷ്യലായിട്ട് പുറത്തു വന്നത്. 6 പതിറ്റാണ്ടായിട്ട് ഒപെക്കിലെ ഏറ്റവും സാമ്പത്തിക ഭദ്രതയുള്ള അംഗങ്ങളിൽ ഒന്നായ UAEയുടെ ഈ പടിയിറക്കം ആഗോള ഊർജ്ജ വിപണിയെ അമ്പരപ്പിച്ചു. ഇതിനു മുമ്പ് 2024 ജനുവരി 1 ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള അങ്കോളയും 16 വർഷത്തെ അംഗത്വത്തിനു ശേഷം സമാനമായിട്ടുള്ള കാരണങ്ങളാൽ ഒപെക് വിട്ടിരുന്നു. എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങൾ ഈ സംഘടന വിട്ടുപോകുന്നത്? കാരണം ഒപെക്കിന്റെ വിപണി നിയന്ത്രണ ശേഷി പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒപെക്കിന്റെ വില നിയന്ത്രണ തന്ത്രങ്ങളെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം പരാജയപ്പെടുത്തിയത് അമേരിക്കയുടെ ഷെയിൽ ഓയിൽ വിപ്ലവമാണ്. 2025 കണക്കുകൾ പരിശോധിച്ചാൽ പ്രതിദിനം 13.6 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദക രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ്.
മുൻ വർഷത്തെ അപേക്ഷിച്ച് ഉൽപാദനത്തിൽ 3% വർധനവാണ് ഉണ്ടായത്. വിപണിയിൽ 2024 ബാരലിൽ $77 ഉണ്ടായിരുന്ന WTI ക്രൂഡ് വില 2025 $65 കുറഞ്ഞിട്ടും അമേരിക്ക ഉൽപാദനം വർദ്ധിപ്പിച്ചു. കാരണം പുതിയ ഫ്രാക്കിംഗ് സാങ്കേതിക വിദ്യകളും ഡാറ്റ അനലിറ്റിക്സും ഉപയോഗിച്ച് വളരെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എണ്ണ ഖനനം ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു. ആക്റ്റീവ് റിഗുകളുടെ എണ്ണം 5% കുറഞ്ഞിട്ടും പഴയ കിണറുകളിൽ നിന്ന് മാത്രം അവർ പ്രതിദിനം 8.3 ദശലക്ഷം ബാരൽ എണ്ണ പുറത്തെടുക്കുന്നു. ടെക്സാസിലെ പെർമിയൻ ബേസിനിൽ നിന്ന് മാത്രം പ്രതിദിനം 6.6 ദശലക്ഷം ബാരലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അവിടെ മിഡ്ലാൻഡ് ബേസിനിലെ ബ്രേക്ക് ഇവൻ വില വെറും $61. അതുകൊണ്ട് വില ഇടിഞ്ഞാലും അമേരിക്കയ്ക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയും. ഒപെക് എണ്ണ ഉൽപാദനം കുറച്ച് വില കൂട്ടാൻ ശ്രമിക്കുമ്പോഴെല്ലാം അമേരിക്ക തങ്ങളുടെ ഭീമമായിട്ടുള്ള സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവിൽ നിന്നും ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണ വിപണിയിലേക്ക് ഒഴുക്കി ഒപെക്കിന്റെ തന്ത്രങ്ങളെ നിർവീര്യമാക്കുന്നു. അമേരിക്ക മാത്രമല്ല, ഗയാന, ബ്രസീല്, അർജന്റീന, കാനഡ തുടങ്ങിയ നോൺ ഒപെക് രാജ്യങ്ങളും ഇന്ന് വലിയ തോതിൽ എണ്ണ വിപണിയിൽ എത്തിക്കുന്നുണ്ട്. 2015 വരെ എണ്ണ ഉൽപ്പാദിപ്പിക്കാതിരുന്ന ഗയാന എന്ന രാജ്യം പുതിയ ഓഫ്ഷോർ കണ്ടെത്തലുകളിലൂടെ വരും വർഷങ്ങളിൽ പ്രതിദിനം 1 ദശലക്ഷം ബാരലധികം എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ സജ്ജമായിരിക്കുകയാണ്. കാനഡ പ്രതിദിനം 1/2 ദശലക്ഷം ബാരലിലെ വർധന ഉണ്ടാക്കുന്നു. ബ്രസീല് ഡീപ് വാട്ടർ ഉൽപാദനത്തിൽ മുന്നേറ്റം നടത്തുന്നു. അർജന്റീന വക്ക മ്യൂട്ട ഷെയിൽ മേഖലയിലൂടെ പ്രതിദിനം 1 ദശലക്ഷം ബാരൽ ഉൽപാദനം കടക്കുന്നു. 2025 ആഗോള ക്രൂഡ് ഉൽപാദനം പ്രതിദിനം 2.2 ദശലക്ഷം ബാരൽ വർദ്ധിച്ചതിൽ 1.7 ദശലക്ഷം ബാരലും ഈ നോൺ ഒപെക് രാജ്യങ്ങളിൽ നിന്നായിരുന്നു. 2027 ആകുമ്പോഴേക്കും ബ്രസീല്, അർജന്റീന, ഗയാന എന്നീ രാജ്യങ്ങൾ മാത്രം ആഗോള ഉൽപാദനത്തിന്റെ 10% കൈകാര്യം ചെയ്യും. ഈ ബാഹ്യ വെല്ലുവിളികൾക്കൊപ്പം ഒപെക്കിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും അതിരൂക്ഷമാണ്. ഫ്രീ റൈഡർ എന്ന് വിളിക്കുന്ന ഒരു വലിയ പ്രശ്നം ഒപെക്കിനെ കാർന്നു തിന്നുകയാണ്. വിപണിയിലെ വിലയിടിവ് തടയാനായിട്ട് സൗദി അറേബ്യയെ പോലുള്ള രാജ്യങ്ങൾ തങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വലിയ തോതിൽ ഉൽപാദനം കുറക്കുന്നു. അതായത് സ്വന്തം വരുമാനം വേണ്ടെന്ന് വെക്കുന്നു. എന്നാൽ ഇതേ സമയം സഖ്യത്തിലെ മറ്റ് രാജ്യങ്ങളായിട്ടുള്ള റഷ്യ, ഇറാഖ്, കസാഖിസ്ഥാൻ തുടങ്ങിയവർ തങ്ങൾക്ക് നിശ്ചയിച്ച കോട്ട ലംഘിച്ച് കൂടുതൽ എണ്ണ വിൽക്കുകയും സൗദിയുടെ ത്യാഗം വഴി ലഭിക്കുന്ന ഉയർന്ന വിലയുടെ ലാഭം അനുഭവിക്കുകയും ചെയ്യുന്നു. ഇത് ഒപെക്കിനുള്ളിലെ പരസ്പര വിശ്വാസം പൂർണ്ണമായിട്ടും തകർത്തിരിക്കുകയാണ് എന്നുള്ളതാണ്. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഗ്രീൻ എനർജി പരിവർത്തനവും ഇലക്ട്രിക് വാഹനങ്ങളുടെ വരവും ഗൾഫിനെ ഭയപ്പെടുത്തുന്നത്. 2025 മാത്രം ആഗോളതലത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന 21.6 ദശലക്ഷമായിട്ട് ഉയർന്നു. ആകെ വാഹന വിൽപ്പനയുടെ 24% വരുന്നത്. ഇതിൽ പകുതിയിലധികവും ചൈനയിലാണ് നടക്കുന്നത്. BYD പോലെയുള്ള കമ്പനികളുടെ വിൽപ്പന 92% വർദ്ധിച്ചത്. 2030 ലോകമെമ്പാടുമുള്ള 250 ദശലക്ഷം ഇലക്ട്രിക് വാഹനങ്ങൾ കാരണം പ്രതിദിനം 5 ദശലക്ഷം ബാരൽ എണ്ണയുടെ ആവശ്യകത ഇല്ലാതാകുമെന്നും 2029 അതിനു മുൻപോ ലോകം പീക്ക് ഓയിൽ എന്ന അവസ്ഥയിൽ എത്തുമെന്നും ഇന്റർനാഷണൽ എനർജി ഏജൻസിയും ബ്ലൂംബെർഗും പ്രവചിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെയാണ് നമ്മൾ ഈ വിഷയത്തിന്റെ മറ്റൊരു വശം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇലക്ട്രിക് വാഹനങ്ങൾ വരുമ്പോൾ 2030 എണ്ണയുടെ കാലം കഴിയും എന്ന് പറയുന്നത് വെറുമൊരു മിഥ്യ മാത്രമാണെന്ന് പുതിയ സാമ്പത്തിക നിരീക്ഷണങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന പല പാശ്ചാത്യ രാജ്യങ്ങളിലും പ്രതീക്ഷിച്ച വേഗതയിൽ നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യ, ചൈന തുടങ്ങിയ വൻകിട രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയും പ്ലാസ്റ്റിക് പോലുള്ള പെട്രോൾ കെമിക്കൽ ഉൽപ്പന്നങ്ങളുടെ അതിഭീമമായിട്ടുള്ള നിർമ്മാണവും കാരണം 2034 മുതൽ 2050 വരെയുള്ള കാലഘട്ടം വരെ എണ്ണയുടെ ആഗോള ഡിമാൻഡ് വലിയ തോതിൽ വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. എണ്ണയുടെ യുഗം അത്ര പെട്ടെന്നൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇതുകൊണ്ടാണ് UAE ഒപെക് വിട്ട് പുറത്തുപോയതിനെ നമ്മളൊരു തകർച്ചയായിട്ട് കാണാൻ പാടില്ല എന്ന് പറയുന്നത്. മറിച്ച് UAEക്ക് ലഭിച്ച അതിഭീമമായിട്ടുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. UAEയുടെ കമ്പനിയായിട്ടുള്ള അഡ്നോക്ക് $150 ബില്യൺ നിക്ഷേപിച്ച് തങ്ങളുടെ ഉൽപാദന ശേഷി പ്രതിദിനം 5 ദശലക്ഷം ബാരലായിട്ട് ഉയർത്താൻ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ ഒപെക്കിന്റെ അടിസ്ഥാന കോട്ട നിയമങ്ങൾ പ്രകാരം അവർക്ക് 3.5 ദശലക്ഷം ബാരൽ മാത്രമേ ഉൽപ്പാദിപ്പിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. ഇന്ന് ആ നിയന്ത്രണങ്ങൾ ഇല്ലാത്തതിനാൽ തങ്ങളുടെ പൂർണ്ണശേഷിയിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാനും പുതിയ രാജ്യങ്ങളുമായിട്ട് സ്വതന്ത്രമായിട്ട് വ്യാപാര കരാറുകളിൽ ഏർപ്പെടാനും UAEക്ക് സാധിക്കും.
ഉൽപാദനം കുറച്ച് കൃത്രിമമായിട്ട് വില കൂട്ടുന്നതിനേക്കാൾ കൂടുതൽ എണ്ണ വിറ്റ് ലാഭമുണ്ടാക്കുക എന്നതാണ് യുടെ പുതിയ തന്ത്രം. മാത്രമല്ല, ഒപെക് തകർന്നാലും ഗൾഫ് രാജ്യങ്ങൾ ബ്രിക്സ് പ്ലസ് എന്ന പുതിയ കൂട്ടായ്മയിലൂടെ പുതിയ ഊർജ്ജ സമവാക്യങ്ങൾ സൃഷ്ടിക്കുകയാണ്. സൗദിയും യുഎയും ഇറാനും കൂടി ഉൾപ്പെടുന്ന ഈ പുതിയ സഖ്യം ആഗോള എണ്ണ വിതരണത്തിന്റെ 42% കൈകാര്യം ചെയ്യുന്ന വൻ ശക്തിയായിട്ട് മാറിക്കഴിഞ്ഞു. ഇത് ഒപെക്കിനേക്കാൾ വലിയൊരു സാമ്പത്തിക രാഷ്ട്രീയ പിന്തുണ ഈ രാജ്യങ്ങൾക്ക് നൽകുന്നുണ്ട്. എന്നാൽ ഈ സാമ്പത്തിക പുനഃക്രമീകരണങ്ങൾക്കിടയിലാണ് 2026 ഫെബ്രുവരി 28 പൊട്ടിപ്പുറപ്പെട്ട അമേരിക്ക ഇസ്രായേൽ സംയുക്ത സഖ്യവും ഇറാനും തമ്മിലുള്ള യുദ്ധം ആഗോള എണ്ണ വിപണിയെ പൂർണ്ണമായിട്ടും സ്തംഭിപ്പിച്ചത്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള എണ്ണക്കടത്ത് പാതയായിട്ടുള്ള ഹോർമുസ് കടലെടുക്ക് ഇറാൻ ഉപരോധിച്ചു. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ 20% കടന്നുപോകുന്ന പാതയിലൂടെയുള്ള ഗതാഗതം ഇപ്പോൾ 95% ഇടിഞ്ഞു. ഇതിന്റെ ഫലമായിട്ട് ബ്രന്റ് ക്രൂഡിന്റെ വില ബാരലിന് $108 മുതൽ $111 വരെ എത്തി നിൽക്കുന്നു. ഏപ്രിൽ 13 അമേരിക്കൻ നാവികസേന ഇറാനിയൻ തുറമുഖങ്ങളിൽ പ്രത്യാക്രമണ ഉപരോധം ഏർപ്പെടുത്തിയത് വ്യാപാര തടസ്സങ്ങൾ കൂടുതൽ വഷളാക്കി. സൗദി അറേബ്യ ഇപ്പോൾ ചെങ്കടലിലെ യാംബു തുറമുഖം വഴിയുള്ള തങ്ങളുടെ ഈസ്റ്റ് വെസ്റ്റ് ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈനും ഇറാഖി പൈപ്പ് ലൈനും പരമാവധി ഉപയോഗപ്പെടുത്താൻ നിർബന്ധിതരായിരിക്കുകയാണ്. യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ ക്രൂഡ് ഓയിലിൽ മാത്രം ഒതുങ്ങിയില്ല. ഖത്തറിലെ റാസ് ലഫാനിൽ മാർച്ച് 18, 19 തീയതികളിൽ നടന്ന മിസൈൽ ആക്രമണം ഖത്തറിന്റെ LNG ഉൽപാദന ശേഷിയുടെ 17%, അതായത് 12.8 ദശലക്ഷം ടൺ പൂർണ്ണമായിട്ടും തകർത്തു. മാസം 7 ദശലക്ഷം ടണ്ണ് വരെ കയറ്റുമതി ചെയ്തിരുന്ന ഖത്തർ ഏപ്രിലിൽ വെറും 0.23 ദശലക്ഷം ടൺ മാത്രമാണ് കയറ്റുമതി ചെയ്തത്. വുഡ് മെക്കൻസി പോലെയുള്ള ഏജൻസികളുടെ വിലയിരുത്തൽ പ്രകാരം ഇത് പുനർനിർമ്മിക്കാൻ 2028 വരെയെങ്കിലും സമയമെടുക്കും. ഖത്തർ എനർജി ഫോഴ്സ് മജൂർ പ്രഖ്യാപിച്ചതോടെ ഏഷ്യൻ, യൂറോപ്യൻ രാജ്യങ്ങൾ കടുത്ത ഊർജ്ജ പ്രതിസന്ധിയിലായി. 2024 അധികാരത്തിലെത്തിയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കൻ ആഭ്യന്തര എണ്ണ ഉൽപാദന നയങ്ങളും ഇറാൻ വിരുദ്ധ നിലപാടുകളുമാണ് ഇപ്പോഴത്തെ യുദ്ധത്തിന് ആക്കം കൂട്ടിയതെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഈ യുദ്ധ സാഹചര്യവും എണ്ണവിലയിലെ ചാഞ്ചാട്ടങ്ങളും ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറയിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഓരോ ഗൾഫ് രാജ്യത്തിനും തങ്ങളുടെ വാർഷിക ബഡ്ജറ്റ് കമ്മിയില്ലാതെ കൊണ്ടുപോകാൻ എണ്ണയ്ക്ക് ലഭിക്കേണ്ട കുറഞ്ഞ വിലയായിട്ടുള്ള ഫിസ്ക്കൽ ബ്രേക്ക് ഈവൻ പ്രൈസ് ആശങ്കാജനകമായിട്ട് ഉയരുകയാണ്. 2020 ഇത് ശരാശരി $73 ആയിരുന്നത് 2024 $83 IMF പ്രവചനം അനുസരിച്ച് 2025-2026 കാലഘട്ടത്തിൽ ബ്രന്റ് ക്രൂഡ് വില ശരാശരി $65 മുതൽ $70 വരെയായിരിക്കും. എന്നാൽ സൗദി അറേബ്യയുടെ ബ്രേക്ക് ഈവൻ വില അതായത് $94 ആണ്. അതായത് സൗദിക്ക് തങ്ങളുടെ ബാധ്യതകൾ നിറവേറ്റാൻ ഈ വരുമാനം മതിയാകില്ല. ബഡ്ജറ്റ് കമ്മി GDPയുടെ 5% വരാൻ സാധ്യതയുണ്ട്. കുവൈറ്റിന് തങ്ങളുടെ ഭീമമായിട്ടുള്ള സോവറിൻ വെൽത്ത് ഫണ്ട് സുരക്ഷ നൽകുമ്പോൾ ബഹ്റൈന് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. സർക്കാരുകളുടെ വരുമാനം ഗണ്യമായിട്ട് കുറയുമ്പോൾ ജനങ്ങൾക്ക് നൽകിയിരുന്ന നികുതിരഹിത ജീവിതവും സർക്കാർ ജോലികളും സബ്സിഡികളും വെട്ടിക്കുറക്കാൻ ഭരണകൂടങ്ങൾ നിർബന്ധിതരാകും. ഗൾഫിലെ റെന്റിയർ സ്റ്റേറ്റ് മോഡലിന്റെ തകർച്ചയാണിത്. നികുതി നിയമങ്ങൾ കർശനമാവുകയാണ്. യുഎഇയിൽ 2026 ജനുവരി മുതൽ പുതിയ വാറ്റ് നിയമം നിലവിൽ വന്നു. സ്വർണത്തിനും വജ്രത്തിനും റിവേഴ്സ് ചാർജ് ഏർപ്പെടുത്തി. സൗദി അറേബ്യ ജൂൺ 30 ഈ ഇൻവോയ്സിംഗിന്റെ ഫത്തൂറ പ്ലാറ്റ്ഫോം കർശനമാക്കി. ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമിക്ക് 10% വരെ നികുതി ഏർപ്പെടുത്തി. വ്യവസായങ്ങൾക്കുള്ള എക്സ്പാറ്റ് ലെവി സൗദി ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും പുതിയ ഇൻകം ടാക്സുകൾ വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി വികസന പദ്ധതികളെയും ബാധിക്കുന്നുണ്ട്. സൗദി അറേബ്യയുടെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള നിയോം ഇപ്പോൾ വൻതോതിൽ വെട്ടിച്ചുരുക്കുകയാണ്. 9 ദശലക്ഷം ആളുകളെ ലക്ഷ്യമിട്ട 170 കിലോമീറ്റർ നീളമുള്ള ദി ലൈൻ എന്ന ഭാവന നഗരം ഇപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ സെന്ററാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ്. 12.5 കിലോമീറ്റർ തുരങ്കം നിർമ്മിക്കാനുള്ള ഉണ്ടായുമായിട്ടുള്ള കരാറ്, ട്രൊജീനിയയിലെ ഇറ്റാലിയൻ കമ്പനിയായിട്ടുള്ള വിബിൽഡുമായിട്ടുള്ള കരാറുകൾ, എവർസെൻഡായുമായിട്ടുള്ള സ്റ്റീൽ കരാറ് എന്നിവയെല്ലാം 2026 മാർച്ചിൽ റദ്ദാക്കപ്പെട്ടു. റിയാദിലെ $50 ബില്യൺ മുഖാബ് ടവർ നിർമ്മാണവും നിർത്തിവെച്ചു. പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ പോർട്ട്ഫോളിയോയിൽ $8 ബില്യൺ നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. എണ്ണപ്പണം കുറയുമ്പോൾ ഗൾഫ് രാജ്യങ്ങളുടെ വലിയ വികസന സ്വപ്നങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നിലനിൽപ്പില്ല എന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഈ പ്രതിസന്ധികൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയാണ്. എണ്ണ വരുമാനം കുറയുമ്പോൾ പൗരന്മാർക്ക് സ്വകാര്യ മേഖലയിൽ തൊഴിൽ ഉറപ്പാക്കാൻ ഗൾഫ് രാജ്യങ്ങൾ സ്വദേശിവൽക്കരണ നയങ്ങൾ കർശനമാക്കിയിരിക്കുന്നു. യുഎയിലെ എമിററ്റൈസേഷൻ നിയമപ്രകാരം ലക്ഷ്യം തികക്കാത്ത കമ്പനികൾക്ക്
ഒരു സ്വദേശിക്ക് വലിയ രീതിയിലുള്ള നിരക്കിലാണ് പിഴകൾ ചുമത്തുന്നത്. വ്യാജ നിയമനങ്ങൾക്ക് ക്രിമിനൽ കേസുകളുണ്ട്. സൗദിയിലെ നിതാക്കാത്ത് പ്രകാരം 2026 ജനുവരി മുതൽ ദന്തചികിത്സ മേഖലയിൽ 55%, അക്കൗണ്ടിംഗ് മേഖലയിൽ 40% സൗദി പൗരന്മാർ ആയിരിക്കണം. ഒമാനിലെ മിനിസ്റ്റീരിയൽ ഡിഗ്രി 501 പ്രകാരം IT, ലോജിസ്റ്റിക്സ്, ഹോസ്പിറ്റാലിറ്റി മേഖലകളിലെ വിദേശ തൊഴിലാളികളുടെ അവസരങ്ങൾ 2027 പൂർണ്ണമായിട്ടും അവസാനിക്കും. ദശലക്ഷക്കണക്കിന് വരുന്ന മലയാളികളുടെ തൊഴിൽ സുരക്ഷയെ ഇത് ഇല്ലാതാക്കുന്നുണ്ട്. യുദ്ധവും സാമ്പത്തിക തകർച്ചയും കാരണം കേരളത്തിലേക്കുള്ള പ്രവാസി പണമയക്കലിൽ 20% ഇടിവ്, അതായത് ഏകദേശം 5.39 ബില്യൺ ഡോളറിന്റെ കുറവാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു വലിയ റിവേഴ്സ് മൈഗ്രേഷനിലേക്ക് ഈ പ്രതിസന്ധിയെ നയിക്കും. കേരള സർക്കാർ നോർക്ക റൂട്ട്സ് മുഖേന 24 മണിക്കൂർ ഹെൽപ്പ് ഡെസ്കുകളും ടെലിമനസ് വഴി കൗൺസിലിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 1990-ലെ ഗൾഫ് യുദ്ധത്തെക്കാളും വലിയ പ്രത്യാഘാതമാണിത്. പക്ഷേ ഇതിൻ്റെയൊക്കെ അർത്ഥം ഗൾഫ് പൂർണ്ണമായിട്ട് തകർന്നു എന്നാണ്? ഒരിക്കലുമല്ല. എണ്ണയെ ആശ്രയിക്കാതെ ജീവിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് വശം. ഇന്ന് UAEയുടെ GDPയുടെ 75%, സൗദി അറേബ്യയുടെ GDPയുടെ 71% എണ്ണ ഇതര മേഖലകളിൽ നിന്നാണ് വരുന്നത്. മെഗാ പ്രൊജക്റ്റുകൾക്ക് ഫണ്ട് കുറയുന്നുണ്ടെങ്കിലും സൗദിയുടെ വിഷൻ 2030 കാരണം ലക്ഷക്കണക്കിന് പുതിയ ചെറുകിട സംരംഭങ്ങൾ അവിടെ ആരംഭിക്കപ്പെടുകയും സ്വദേശി വനിതകളുടെ തൊഴിൽ പങ്കാളിത്തം വലിയ തോതിൽ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. എണ്ണയ്ക്ക് പകരമുള്ള പുതിയ ഊർജ്ജ സ്രോതസ്സുകളിലും ഗൾഫ് വൻതോതിൽ നിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട്. നിയോമിലെ 8.4 ബില്യൺ ഡോളറിന്റെ മെഗാ പ്രൊജക്റ്റിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ കയറ്റുമതിക്കാരായിട്ട് മാറാനാണ് സൗദി അറേബ്യ ലക്ഷ്യമിടുന്നത്. ഇതിനെല്ലാം പുറമെ ഒപ്പക് ദുർബലമാകുന്നതും എണ്ണവില കുറയുന്നതും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ലഭിക്കുന്ന വലിയൊരു ലോട്ടറി തന്നെയാണ്. ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് കുറയ്ക്കാനും ഇന്ധനവില പിടിച്ചു നിർത്താനും പണപ്പെരുപ്പം നിയന്ത്രിക്കാനും ഇത് സഹായിക്കും എന്നുള്ളത് ഉറപ്പാണ്. വിമാന കമ്പനികൾ, ലോജിസ്റ്റിക് തുടങ്ങിയ മേഖലകൾക്ക് ഇത് വലിയ ലാഭമുണ്ടാക്കി തരും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒപ്പക്കിന്റെ തകർച്ച ഗൾഫിന്റെ അവസാനമൊന്നുമല്ല, മറിച്ച് എണ്ണയെ മാത്രം ആശ്രയിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള ഒരു പുതിയ സാമ്പത്തിക ഘടനയിലേക്കുള്ള അവരുടെ പരിവർത്തനമാണിത്. വെറുമൊരു എണ്ണ ഉൽപ്പാദകരുടെ കൂട്ടായ്മ എന്ന നിലയിൽ നിന്ന് അതിജീവനത്തിന്റെ പുതിയ പാതകൾ തേടുന്ന വ്യക്തിഗത സാമ്പത്തിക ശക്തികളായിട്ട് ഗൾഫ് രാഷ്ട്രങ്ങൾ മാറുകയാണ്. ഈ മാറ്റത്തിന്റെ ട്രാൻസിഷൻ കാലയളവ് പ്രവാസികൾക്ക് കടുത്ത പരീക്ഷണത്തിൻ്റെതായിരിക്കും എന്നത് സത്യമാണ്. ഉയർന്ന സാങ്കേതിക വൈദഗ്ധ്യമുള്ളവർക്ക് മാത്രം ഗൾഫിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന അവസ്ഥ വരും. എന്നാൽ കാലത്തിനനുസരിച്ച് സ്വയം മാറാൻ തയ്യാറുള്ളവർക്ക് ഗൾഫ് ഇനിയും പുതിയ അവസരങ്ങൾ തുറന്നു നൽകും എന്ന് ഉറപ്പാണ്.